മുമ്പേ ഒരു ബോഡി ഷേമിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ട ടൈമിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ സ്റ്റോറി പറയാനുണ്ടെന്ന്. അപ്പൊ ഇന്ന് അതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഡേ ഒരു മരണ വീട്ടിൽ പോയി. ഒരു അമ്മൂമ്മയുടെ മരണത്തിനാണ് പോയത്. അപ്പൊ ബോഡി അവിടെ ഉണ്ട്. അതായത് നമുക്ക് പള്ളിയിലോട്ടൊക്കെ എടുക്കുന്നതിന് മുന്നേ വീട്ടിൽ വെച്ചിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനായിട്ട് ബോഡി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി ഇരുന്നു. അപ്പോൾ വൺ ഓഫ് ദ സ്ട്രേഞ്ചർ, ഒരു അങ്കിൾ, എനിക്കറിയില്ല ആരാ പുള്ളിയെന്ന് എനിക്കറിയത്തില്ല. പുള്ളി അവിടെ ഇരുന്നിട്ട് എന്നെ കണ്ടിട്ട് അവിടുത്തെ ആൻറ്റിയോട് ചോദിച്ചു, ഇത് ഏതാ ഈ കൊച്ചെന്ന് ചോദിച്ചു. അപ്പൊ ആൻറ്റി റിലേഷനൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തോത്തിന് പഠിക്കുക എന്നുള്ളതാ. അപ്പൊ ആൻറ്റി പറഞ്ഞു അവള് പഠിക്കുമെന്നല്ല, അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു, അവൾക്ക് 26 വയസ്സുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ കഥയങ്ങ് മാറി. പുള്ളിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. പുള്ളി പിന്നെ ഇരുന്ന് ഏത് സമയവും പിറുവിറുത്തോണ്ടിരിക്കുവോ, 26 വയസ്സോ. എന്നിട്ട് പോകുന്നവരെ, ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന വരെയും എനിക്കെന്തോ ഓക്വേർഡായിട്ട് ഫീൽ ചെയ്തു. മരണ വീടായോണ്ട് എനിക്കൊന്നും പറയാനും തോന്നിയില്ല. നമുക്ക് എന്തോ ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. തല തൊട്ട് കാല് വരെ നോക്കുക ഇരുന്ന്. ഇത് 26 വയസ്സോ, ഇതിന് 26 വയസ്സാകാനും വേണ്ടി എന്തോ ഉണ്ട്, ആകെ ഇത്രയല്ലേ ഉള്ളൂ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുക. പുള്ളി ഇത് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇത് നോട്ട് ദ പോയിന്റ്. അമ്മൂമ്മ അവിടെ കിടക്കുവാണ്. അമ്മൂമ്മയുടെ ഇതിനാണ് നമ്മൾ വന്നത്. പിന്നെ അവിടുത്തെ പരിപാടി മാറി, അവിടുത്തെ സിറ്റുവേഷൻ മാറി, എല്ലാം ഒന്നിലോട്ട് ഒതുങ്ങി. എന്തുവാ, എനിക്ക് 26 വയസ്സുണ്ട്. അതായി പിന്നെ അവിടുത്തെ പ്രധാന പ്രശ്നം. ഓക്കെ, അപ്പൊ ആൾക്കാർക്ക് എന്താന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഫീലിങ്ങിരുന്നാലും തടിച്ചിരുന്നാലും അത് എൻ്റെ ഇഷ്ടമല്ലേ. നമ്മുടെ ബോഡി നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മുടെ ഇഷ്ടമാണ്. ആൾക്കാർ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതിന് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടിയുള്ള അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റിൽ പറയണേ.